എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ക്യാപ്സിക്കം ഫ്രൈഡ് റെസിപ്പിയാണ്. മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങും ഒരു ക്യാപ്സിക്കം ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പേസ്റ്റ് അല്ല, നമ്മൾ കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 10-12 കൊച്ചുള്ളിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതിവിടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സവാള എടുക്കാം. സവാള എടുക്കുകയാണെങ്കിൽ ഒരു സവാള മതിയാകും. ഉള്ളിയൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. തക്കാളി പേസ്റ്റോട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണമയൊക്കെ തെളിയുന്ന സമയത്ത് ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് നേരം നന്നായിട്ട് കൈവിടാതെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ മസാലക്കൂട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നീളത്തിലോ ചെറിയ ക്യൂബ്സ് ആയിട്ടോ ഇത്തിരി വലിയ ക്യൂബ്സ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഏത് രീതിയിലാണോ ഏത് കനത്തിലാണോ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ മീഡിയം സൈസിൽ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മുതൽ 6 മിനിറ്റ് ഒരു ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാൻ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു പാതി വേവേ ആയിട്ടുണ്ടാവത്തുള്ളൂ. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ നോർമൽ പാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഞാൻ വീണ്ടും ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ മൊത്തത്തിലൊരു 10-12 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഒരു 75% കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു ക്യാപ്സിക്കം നന്നായിട്ട് കഴുകി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇല്ല എങ്കിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഉടഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പാനിൽ തന്നെ നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പം വെള്ളമയൊക്കെ മാറിയിട്ട് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ഡ്രൈ ആക്കിയോ മസാല പരുവത്തിലോ ഒക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്